ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാചക രുചിക്കൂട്ട്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കണതില്ലേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് നോക്കി നോക്കും മൈക്രോ ഗ്രീൻസ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നോക്ക്, ഇത് നമ്മുടെ കടുകിന്റെ ചെടിയാണ്. അപ്പൊ ഞാനിത് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടില്ലേ, നമ്മളെ ഒരു പേപ്പറിന്റെ കഷ്ണത്തിലാണ് ഇപ്പൊ ഞാനിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു വെറും പേപ്പർ, നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനുശേഷം രാവിലെയും വൈകുന്നേരം കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കും. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു 3-4 ദിവസമായി. അപ്പോഴേക്ക് കണ്ടില്ലേ നമ്മുടെ ചെടിയെല്ലാം വളർന്നിട്ടില്ലേ, ഇലയെല്ലാം വന്നു, പച്ച കളറിലെ ഇല വന്നു കേട്ടോ. അപ്പൊ നല്ല ഹെൽത്തിയാണ്. അപ്പൊ ഞാനിതിൽ 3 ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇത് കാണണതില്ലേ, ഇത് കടുകിന്റെ ചെടിയാണ് കേട്ടോ. ഇതില്ലേ ഇലയെല്ലാം വിരിഞ്ഞിട്ട് നിൽക്കുന്നത് കടുകിന്റെയാണ്. അപ്പൊ ഇനി ഞാൻ ഉലുവയുടെ ചെടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതും അത്യാവശ്യം ഇല വന്നു. അപ്പൊ ഞാൻ മൂന്ന് ചെടിയോളം ഇല്ലേ, 3 തരാണ് കേട്ടോ. കടുക്, ഉലുവ, പിന്നെ നമ്മൾ ചെറുപയർ, ആ സൈഡിൽ ചെറുപയർ വേണം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ചെറിയൊരു ബൗൾ മാതിരി ഇല്ലേ, നമ്മുടെ ഒരു പാത്രം, പഴയൊരു പാത്രമാണ്, അതിൽ വെച്ചിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ കേട്ടോ, അതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കടുകിന്റെയാണ്. അപ്പൊ ഈ നടുവിലുള്ളത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഉലുവയുടെ ഇല ഇല്ലേ, അതൊരു പ്രത്യേക തരം കളറായിരിക്കും. അതിന് നമ്മളില്ല ഒരു ഉലുവേന്നില്ലേ, നമുക്കൊരു വിരിഞ്ഞു വരണതില്ലേ, വേറൊരു കളറായിരിക്കും കേട്ടോ. പിന്നെ ഈ വലുതായിട്ട് നിൽക്കണതാണ് ചെറുപയർ. നോക്കി നോക്ക്, അത് ഇത്രയും വലുതായിടും. ചെറുപയർ ഇല്ലേ, നല്ല ഹൈറ്റ് കള്ളി ഇലകൾ നോക്കി നോക്ക് വിരിഞ്ഞിന് ഇതേപോലെ ആയി കിട്ടീനു കേട്ടോ. ചെറുപയർ നമുക്ക് മുളച്ചിട്ട് കണ്ടില്ലേ, ഇല വിരിഞ്ഞിട്ട് വന്നു, നന്നായിട്ട് വന്നു കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതൊരു ചെറിയൊരു പേപ്പറിന്റെ കഷ്ണത്തിലാണ് ഇപ്പൊ ഇത്രയും ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പാത്രത്തിൽ ന്യൂസ് പേപ്പർ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ആ പാത്രം വേണമെന്നും കൂടിയില്ലേ, നമുക്ക് ആവശ്യമില്ല. വെറും ഒരു ന്യൂസ് പേപ്പർ മാത്രം മതി, അതിലേ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാല്, വെള്ളം ഒരുപാട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് എന്ന് മാത്രം കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ അത് അളിഞ്ഞു പോവും. പിന്നെ നമ്മളില്ലേ കുറച്ചൊരു 2 ദിവസത്തോളം അധികം സൂര്യപ്രകാശം ഇല്ലാത്തോടത്ത് നമ്മൾ വെക്കുക. അത്രയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. മൈക്രോ ഗ്രീൻസ് നമുക്ക് നന്നായി കിട്ടും. ഇതുകൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം, പലതുണ്ടാക്കാം, സൂപ്പ് വരെ വെക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഹെൽത്തിയാണ് കേട്ടോ, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഒരു കാര്യമാണ്. വളരെ സിമ്പിളുമാണ്. വെള്ളം കുറച്ച് തെളിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു ദിവസത്തോളം അത് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. പിന്നെ പിറ്റേ ദിവസം രാവിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ ഒന്ന് അത് വെതറിയിടുക. വിത്ത് പോലെ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ കടുകും ഇതൊക്കെ, ചെറുപയറൊക്കെ കുറച്ച് മുളച്ചു, ഉലുവയൊക്കെ, അത്രയും മാത്രം മതി. നോക്കിയപ്പോ ഇപ്പൊ നല്ല ഇല വിരിഞ്ഞു വന്നു കേട്ടോ. ആ കടുകൊക്കെ നല്ല ഇല്ലേ, പച്ച കളറിലെ ഇല വിരിഞ്ഞിട്ട് മേലേക്ക് വന്നു. അപ്പൊ ഈ ഹൈറ്റിൽ നിൽക്കുന്നത് ചെറുപയറിന്റെ ചെടി കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ചെറുപയറും അങ്ങോട്ടും ആയിരുന്നു. അതാണ് ഇപ്പൊ നടുവിൽ നിൽക്കുന്നത് നമ്മുടെ ഉലുവല്ലേ. ഉലുവ കണ്ടില്ലേ, ഉലുവ ഒരുപാട് ഹൈറ്റ് വരില്ല കേട്ടോ, പക്ഷെ ഇല എല്ലാം വിരിഞ്ഞു കണ്ടില്ലേ. അതിന്റെ അപ്പുറത്ത് ചെറുപയറുമാണ്. അപ്പൊ ഇനി ഞാനിപ്പോ ഇതൊന്ന് വാഷ് ചെയ്യാണ്. അപ്പൊ ഞാൻ മൈക്രോ ഗ്രീൻസ് ഒരു 5-6 തവണ ഇപ്പൊ നന്നായി കഴുകിയെടുത്തു കേട്ടോ. അതിലത്തെ അഴുക്കൊക്കെ കളഞ്ഞു. നോക്കിയൊക്കെ നല്ല ഫ്രഷ് ആണ്. ഇലയൊക്കെ വിരിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ. നല്ല സൂപ്പറായി കിട്ടിയിരുന്നു നമുക്കില്ലേ. എല്ലാ ചെറുപയറ്, ഉലുവയുടെ ഒക്കെ ഇല ഉണ്ടല്ലോ, നമ്മള് കടുകും എല്ലാം നന്നായി കഴുകിയെടുത്തു കേട്ടോ. ഒരു 5-6 പ്രാവശ്യത്തോളം കഴുകിയെടുത്തു. അഴുക്കൊക്കെ കളഞ്ഞ് നമ്മൾ നല്ല ഫ്രഷ് ആക്കി എടുത്തിരുന്നു കേട്ടോ. അപ്പൊ ഇല്ലേ, അപ്പൊ ഞാനിപ്പോ ഇത് വെച്ചിട്ട് നമ്മളില്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളില്ലേ ഇപ്പൊ ഈ ഒരു ഇലയും ചേർത്തിട്ട് നമ്മൾ മൈക്രോ ഗ്രീൻസും ചേർത്ത് ഞാനിപ്പോ വട ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ വടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി ഇപ്പൊ നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടു കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം പീസായിട്ട് എടുത്തിട്ടു. പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ആണ്. ഇതിപ്പോ ഞാൻ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കെട്ട് പോലെ ഒരു പഞ്ചമൈദ്രി ഇല്ലേ, നമ്മളൊരു കൈ എടുത്തിട്ടു. അത് ഞാനിപ്പോ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് അരിഞ്ഞിട്ടില്ല കേട്ടോ, അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മൈക്രോ ഗ്രീൻസിന്റെ ഇല ഇപ്പൊ പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. നോക്കിയൊക്കെ. അപ്പൊ നമുക്കിപ്പോ വടക്ക് ഇത്രയും മതി. അപ്പൊ ബാക്കി ബാലൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിപ്പോ കാണിക്കാം. അപ്പൊ നമുക്ക് ബാലൻസ് ഇത് എത്രയുണ്ട് കേട്ടോ മൈക്രോ ഗ്രീൻസ് ഇല്ലേ. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിലില്ലേ ഒരു നല്ല കവറിലോ അല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിലോ വെച്ചിട്ടില്ലേ നമുക്കിത് അടച്ചു വെക്കാം. നോക്കൂ, നല്ല ഗ്രീൻ കളറാണ്, ഇലയൊക്കെ വിരിഞ്ഞിട്ടില്ലേ, നല്ല സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഊത്തപ്പം ഉണ്ടാക്കാം, അതുകൊണ്ടില്ലേ പലത് സൂപ്പ് വെക്കാം, ദോശയുടെ കൂടെ ഇടാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കിപ്പോ വടക്ക് ഇത്രയും മതി. ബാക്കി ഞാനിപ്പോ ഇല്ലേ ഫ്രിഡ്ജിലില്ലേ നമ്മൾ അടച്ചിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെക്കുകയാണ് കേട്ടോ.
അപ്പൊ ഞാൻ ഒരു കപ്പോളം ചോറ് ഇപ്പൊ എടുത്തിരിക്കണം കേട്ടോ. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ചുവന്ന അരിയുടെ ആയാലും കുഴപ്പമില്ല, നമ്മുടെ വൈറ്റ് റൈസിന്റെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടെ വെള്ള ചോറാണ്, നമ്മുടെ വൈറ്റ് റൈസിന്റെ അരി ഉണ്ടല്ലോ ആ ചോറാണ് ഇപ്പൊ എടുത്തിരിക്കണത്. അപ്പൊ ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ചോറില്ലേ. അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ നല്ലൊരു മൊരിഞ്ഞ വടയാണ് ഇപ്പൊ ഉണ്ടാക്കി എടുക്കണത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോറ് എടുക്കുമ്പോൾ ചോറിൽ വെള്ളം ഇല്ലാത്ത ചോറായിരിക്കണം മാക്സിമം അല്ലേ. ഒരുപാട് അരഞ്ഞ ചോറിനേക്കാൾ നല്ലത് കുറച്ചും കൂടി നമ്മളില്ലേ കുറച്ച് ബലത്തിലുള്ള റൈസ് ഉണ്ടായിരിക്കില്ല, ഒരുപാട് ഉടയാത്തത്, അതായിരിക്കും നല്ലത്. അപ്പൊ ഞാനിപ്പോ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. അപ്പൊ ചോറ് ഞാനിപ്പോ മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ, ജാറിലേക്ക് ഇല്ലേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം, മാക്സിമം ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ വെള്ളം മാത്രമേ ഒഴിക്കാവൂ. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒത്തിരി കൂടി പോവരുത്. നമ്മുടെ ആ ചോറിലുള്ള ഈർപ്പത്തിൽ തന്നെ നമുക്ക് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് മാക്സിമം അരച്ചെടുക്കുക. പേസ്റ്റ്, നല്ലൊരു പേസ്റ്റിന്റെ രൂപത്തിലില്ലേ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോ ഈ ഒരു കപ്പോളം ചോറ് എടുത്തണു. നേരക്ക് എത്ര വട വേണിച്ചാൽ അതിനനുസരിച്ചിട്ടില്ലേ, അതിന് ചോറിന്റെ അളവ് കൂട്ടിയെടുക്കണമെന്ന് മാത്രം. അപ്പൊ ഈ മൈക്രോ ഗ്രീൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളില്ലേ വടയൊക്കെ ഉണ്ടാക്കി എടുക്കണതില്ലേ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ അതില്ലേ. കുട്ടികൾക്കില്ലേ സ്നാക്സും അതേമാതിരി നമുക്കില്ലേ ചായയുടെ ടൈമിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റാണ് ഇതില്ലേ. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇപ്പൊ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത്രയും ഉപ്പ് മതിയാവും നമുക്ക്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. നമ്മൾ ഇത്രയും മുളക് പൊടി മതി. പച്ചമുളക് കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, 2-3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടു. അപ്പൊ ഇത്രയും മുളക് പൊടി മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ടില്ലേ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വരാം. അപ്പൊ ഞാനിത് മാക്സിമം അരച്ചെടുത്തു കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അതിലപ്പുറം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കിയൊക്കെ. അപ്പൊ മാക്സിമം അരച്ചെടുത്തിട്ടു. അപ്പൊ ഞാനിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പൊ ഞാൻ നമ്മുടെ ചോറില്ലേ അരച്ചു വെച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ടോ. അപ്പൊ ഞാനിപ്പോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് വട ഉണ്ടാക്കണതില്ലേ. ഇപ്പൊ ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കടയിൽ പോയി വാങ്ങണതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മളില്ലേ ഹെൽത്തി ആയിട്ട് എങ്ങനെ മാറ്റാന്നാണ് ഇപ്പൊ ഞാൻ കാണിക്കണത്. ഇപ്പൊ നോക്കൂ, പൊടിയായി അരിഞ്ഞു വെച്ച നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി. ഇതിന് പകരം ചെറിയ ഉള്ളിയും കൂടി എടുക്കാട്ടോ, അത് ഇതിൽ നല്ല ഹെൽത്തിയാണ്. അപ്പൊ ഞാനിപ്പോ വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ടു. പിന്നെ 2-3 പച്ചമുളക് അതും അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ഇഞ്ചി ചെറുതായി കട്ട് ചെയ്താട്ടോ അതും അതിലിട്ടു. പിന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഞാനില്ലേ പൊടിയായി അരിഞ്ഞെടുത്തതാണ്. അപ്പൊ ബാക്കി ഞാനിപ്പോ എടുത്തു വെച്ചോണ്ട് കേട്ടോ. അപ്പൊ നമുക്കില്ല ഇനി മൈക്രോ ഗ്രീൻസ് ഇല്ലേ അപ്പൊ വിചാരിച്ച നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ മല്ലിയില വെച്ചിട്ടും കൂടി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മൊരിഞ്ഞിട്ടുള്ള വട തന്നെ നമുക്ക് കിട്ടുട്ടോ അതില്ലേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഉള്ളിയും പച്ചമുളകൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടില്ലേ, ഇളക്കിയിട്ടില്ലേ. ആ നമ്മുടെ മൈക്രോ ഗ്രീൻസ് ഒക്കെ അതിലേക്ക് ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഈ മിക്സിലേക്കില്ലേ ഒരു 3 ടേബിൾ സ്പൂണോളം റവ കേട്ടോ. ഇനി റവ നേടെ കയ്യിൽ വെച്ച അരിപ്പൊടി ചേർത്തിയാൽ മതി കേട്ടോ. നമ്മുടെ സാധാ അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്തിയാൽ മതി. നമുക്കൊന്നില്ല വടയുടെ ഷേപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ടു. അപ്പൊ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമുക്കൊരു നന്നായിട്ടൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതില്ലേ നമ്മുടെ അല്ലേ മാവ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണച്ചല്ലേ നമുക്ക് പിന്നെ ഇല്ലേ ഒരു 1/2 ടേബിൾ സ്പൂണോളം കൂടി വേണച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇത് ഏകദേശം ഇത് കറക്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ റവ ചേർത്തി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പൊ തന്നെ കണ്ടില്ലേ മാവൊന്ന് നല്ല തിക്കായി മാവില്ലേ. കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് വട കിട്ടണച്ചല്ലേ ഒന്നുമില്ലെങ്കിൽ അരിപ്പൊടി ചേർക്കണം, ഇല്ലെങ്കിൽ റവ ചേർത്തിയാലും മതി കേട്ടോ. രണ്ടും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഞാനിപ്പോ ഒരു ചട്ടി നമ്മൾ പടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പൊ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പൊ ചട്ടി ഒന്ന് ചൂടായിരുന്നു. അപ്പൊ ഞാനിപ്പോ എണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പോ തവിട് എണ്ണയാണ് എടുത്തിരിക്കുന്നത്, റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ വേണിച്ചാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മള് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വട ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ.
പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് മാവ് എടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. കയ്യിലില്ലേ, കയ്യിൽ കറക്റ്റ് ഷേപ്പിന് വെക്കുക. എന്നിട്ട് ഇതാ കണ്ടില്ലേ, നമ്മുടെ നടുവിലൊരു ഹോൾ ഇടുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. എണ്ണ ചൂടായിട്ട് എന്നിട്ട് അതിലേക്ക് ഇടുക. അത്ര തന്നെ ഉള്ളൂ. കണ്ടില്ലേ, റെഡിയായി. നമ്മളൊന്ന് ഷേപ്പാക്കി കൊടുക്കുക, അത്ര തന്നെ വേണ്ടുള്ളൂ. നമ്മുടെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. അപ്പം എണ്ണ അത്യാവശ്യം നന്നായി ചൂടായിട്ട്, അപ്പം എണ്ണ ചൂടായിട്ട് മാത്രമേ നമ്മൾ വട അതിലേക്ക് ഇടാവൂ കേട്ടോ. അപ്പം എണ്ണ കുടിക്കും ഒന്നുമില്ല. അത്രയും എണ്ണ തന്നെ നമുക്ക് ബാക്കി അതിൽ തന്നെ ചട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് അത് പിന്നെ നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കത് ഉപ്പേരിക്കൊക്കെ എടുക്കാൻ പറ്റും ആ എണ്ണ അല്ലേ. നമ്മൾ വേറെ ഇതിലൊന്നും ചേർക്കണില്ലല്ലോ, അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആ എണ്ണ. അപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചൂടായിട്ട്, അപ്പം ഞാനിപ്പോൾ അതിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മൾ ഇടുന്ന സമയത്ത് തീ ഒന്ന് കമ്മിയാക്കണം, എന്ന് വെച്ചാൽ കയ്യിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എണ്ണ അത്യാവശ്യം നന്നായി ചൂടായിട്ട് മാത്രം നമ്മൾ ഇടുക. നല്ല സൂപ്പർ മൊരിഞ്ഞ വടയായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുകയല്ലേ. അപ്പം അതൊന്ന് നന്നായിട്ട് ആ സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നിട്ട് അതിന് ശേഷം മാത്രം ഞാനിപ്പോൾ മറിച്ചിടുന്നുള്ളൂ. ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ടാൽ മതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആയോ നമുക്ക് നോക്കാം. അപ്പം ആയിട്ടില്ല, ഒന്നും കൂടി ആവണം കേട്ടോ. അതൊന്നും കൂടി വേവട്ടെ, അടിയില്ലേ. അപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം കുക്കായി തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് മറ്റേ സൈഡ് ഒന്ന് മറിച്ചിടാം. ഈ സൈഡ് അത്യാവശ്യം നന്നായി മൊരിഞ്ഞു വന്നു കേട്ടോ. വട അല്ലേ, നോക്കി നോക്കി. അപ്പം ആ സൈഡും കൂടി നന്നായി നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ക്രിസ്പിയാണ് കേട്ടോ വട അല്ലേ. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. വേറെ നമ്മൾ ഒന്നും ഇതിൽ ചേർക്കണില്ലല്ലോ. ഹെൽത്തിയാണ് ശരിക്കില്ലേ. കുട്ടികൾക്കൊക്കെ നല്ല ഒരു 4 മണിക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒത്തിരി എണ്ണ അത് കുടിക്കില്ലേ. നമ്മൾ ബാലൻസ് ഞാൻ കാണിക്കാം. ചാട്ടിയിൽ അത്രയും എണ്ണ തന്നെ നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കും. എണ്ണ കുടിക്കൂല്ലേ. അത് നമ്മൾ ചോറും റവയൊക്കെ ഇല്ലേ, അത്ര എണ്ണ കുടിക്കണതല്ല. അതുകൊണ്ട് എണ്ണ നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കും കേട്ടോ അതിലില്ലേ. 2 സൈഡ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ വട 2 സൈഡും ഇപ്പൊ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. നന്നായി കുക്കായിരുന്നു. നോക്കൂ, നല്ലൊരു ഭംഗി നമുക്ക് കിട്ടിയിരുന്നു നമ്മുടെ വട അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ, അതിലത്തെ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പൊ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്തത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അടുത്തതും ഇപ്പൊ ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ പൈലിക്ക് ഇടുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതും അതിലേക്ക് അങ്ങനെ ഇടുകയാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ വടയായിരിക്കും, സൂപ്പറാണ് കേട്ടോ വട അല്ലേ. നമ്മുടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ലൊരു ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. അപ്പൊ അതൊന്നും അങ്ങനെ മൊരിഞ്ഞ് കിട്ടട്ടെ. എണ്ണ നോക്കി നോക്കി ഒട്ടും കമ്മിയാവണില്ലല്ലോ. ചട്ടി നോക്കിയാൽ മനസ്സിലാവില്ല, എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ അതില്ലേ. അപ്പൊ ഞാൻ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ വട അല്ലേ, നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിരുന്നു വട. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കേട്ടോ, ഒന്ന് നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടില്ലേ. സൂപ്പറായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇനി ഇതില്ലേ കുക്കായി കേട്ടോ, നന്നായിട്ടില്ലേ, ബ്രൗൺ കളറായി. നോക്കൂ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് എണ്ണ കളഞ്ഞെടുക്കുകയാണ്. അപ്പൊ നമുക്കിനി ഇതില്ലേ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല ക്യാമറയിൽ കാണാണ്ടായിരിക്കും തോന്നുന്നു. നല്ല കളറായിരുന്നു, നല്ല ക്രിസ്പിയാണ് കേട്ടോ അതില്ലേ വട അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. അപ്പൊ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. നമ്മളൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റീൽ പാത്രത്തിലേക്ക് വെച്ചു ഞാൻ പ്ലേറ്റിലേക്ക്. അപ്പൊ അതേമാതിരി ഞാനിപ്പോ ഇതെല്ലാം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വട റെഡി ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. നല്ല ക്രിസ്പി വട റെഡി ആയി കേട്ടോ. നമ്മുടെ ഉഴുന്ന് വടയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ നല്ല സൂപ്പർ മൊരിഞ്ഞ വട റെഡി ആയിരുന്നു. പിന്നെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി മൈക്രോ ഗ്രീൻസ് ഇല്ലാച്ചാലും കൂടി ഒരു കുഴപ്പമില്ല, മല്ലിയില ഇട്ടാൽ മതി കേട്ടോ. അപ്പം അല്ലേ, അപ്പോഴും നമുക്ക് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് കുറച്ചും കൂടി അധികം ഹെൽത്തി ആണെന്ന് മാത്രം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ചായക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ച് നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ, സബ്സ്ക്രൈബും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു.